1976-75 ഞാൻ ഈ വണ്ടി മേടിക്കുന്നു. കൊറോള യൂസ് ചെയ്തതിനു ശേഷം കുറച്ച് അമേരിക്കൻ കാർസ് ഒക്കെ യൂസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് ഏതൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. Mercedes-Benz 280S also I used. 2008 ഇത് എടുത്തപ്പോൾ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയായിരുന്നു? ഹലോ ഫ്രണ്ട്സ്, വോക്ക് ദിനഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പഴയ ഇന്നോവയാണ്. അതായത് നമ്മുടെ നാട്ടിൽ വന്ന ആദ്യത്തെ ഇന്നോവയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 2008 മോഡൽ ഇന്നോവയാണ്. അപ്പം ഈ ഒരു ഓൾഡ് ഇന്നോവയുടെ യൂസർ എക്സ്പീരിയൻസ് ചെയ്യുമോ എന്ന് കുറേ പേര് ചോദിച്ചു. അതോടൊപ്പം നമ്മുടെ ശ്യാം വ്ളോഗ്സ് എന്ന ഒരാൾ സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ അന്ന് തൊട്ട് നമ്മൾ ഓൾഡ് ഇന്നോവ നല്ലൊരു യൂസറിനെ നമ്മൾ തിരക്കുന്നുണ്ടായിരുന്നു. അപ്പം യൂസറുടെ സമയവും എല്ലാം റെഡിയായി വന്ന ഒരു ദിവസം നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അതും യൂസറിനെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും ഇന്ന്. നമുക്ക് ധാരാളം അനുഭവങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് ഈ ഒരു ഇന്നോവ വർഷങ്ങളായിട്ട് ഓൺ ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം. അദ്ദേഹം 2008 മുതൽ ഈ വാഹനം സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ കുറേ കാലത്തെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാനായിട്ടുണ്ട്. ഹായ് അങ്കിൾ. ഹായ്, സാമുവൽ എന്നാണ് അങ്കിളുടെ പേര്. ഇദ്ദേഹം ഖത്തറിലായിരുന്നു വർഷങ്ങളായിട്ട്. ഇപ്പം നാട്ടിൽ വന്ന് സെറ്റിലായതിനു ശേഷം ഈ ഒരു വാഹനം എടുത്ത് സ്വന്തമാക്കി ഇവിടെ ഉപയോഗിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പം ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു വാഹനമൊക്കെ ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട് ഇപ്പോൾ? എൻ്റെ ആദ്യത്തെ വണ്ടി ടൊയോട്ടയാണ്. ഖത്തറിലെ ഞാൻ ഖത്തറിൽ സർവീസ് ചെയ്യായിരുന്നു. ഖത്തറിലായിരുന്നു. അപ്പോൾ അവിടെ എന്നെ കൊണ്ടുപോയത് ഈ ടൊയോട്ടയുടെ ഓണറാണ്. ഓണർ. എന്റെ വിസയിലാണ് ഞാൻ പോകുന്നത്. 1976-75 ഞാൻ ഈ വണ്ടി മേടിക്കുന്നു. ടൊയോട്ട കൊറോണ ആദ്യം മേടിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സാധാരണ എല്ലാ ഷോറൂമിനെക്കാളും എനിക്ക് നല്ല ബെസ്റ്റ് സർവീസ് അവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അതായത് ഖത്തറിൽ യൂസ് ചെയ്യുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അവിടെ എങ്ങനെയാണ് കൊറോള ഒക്കെ അന്ന് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത വാഹനമായിരുന്നു അന്നെന്ന് പറഞ്ഞാല് ഞാനൊക്കെ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല. ഓക്കെ. അപ്പം കൊറോള ഒക്കെ അന്ന് ഓടിച്ചുകൊണ്ടിരുന്നപ്പോ എന്തൊക്കെയായിരുന്നു അതിന്റെ ഒരു ബെസ്റ്റ് സർവീസ്? ഒരു മറ്റുള്ള ഷോറൂമിനെക്കാളിലൊക്കെ ബെസ്റ്റ് സർവീസ്, കംഫർട്ടബിൾ ആൻഡ് ദെൻ ബോൾ നല്ല ഡ്യൂറബിൾ ആണ്. അത് അന്ന് എനിക്ക് മനസ്സിലായതാ. സോ ഓൾവേസ് ഹാവ് അത് എപ്പോഴും ടൊയോട്ട പ്രിഫർ ചെയ്യുമായിരുന്നു. എനിക്ക് വലിയ താല്പര്യമായിരുന്നു. അതിനുശേഷം പിന്നെ വണ്ടി ഓടിച്ചു. നാട്ടിൽ വന്നപ്പോൾ അത് തന്നെ ടൊയോട്ട. പിന്നെ ടൊയോട്ടയുടെ കാർസ് ആയിരുന്നോ പിന്നീട് യൂസ് ചെയ്തിരുന്നത്? പിന്നെ അമേരിക്കൻ കാറും മറ്റു കാര്യങ്ങളും കാറൊക്കെ ഉപയോഗിച്ചെങ്കിലും ദ ബെസ്റ്റ് സർവീസ് അവൈലബിൾ ഇൻ ടൊയോട്ട ആൻഡ് കംഫർട്ട് ആൻഡ് എല്ലാ വിധത്തിലും ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ടൊയോട്ടയിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് ടൊയോട്ടയിൽ തന്നെ അപ്പം നാട്ടിൽ വന്നിട്ട് ഇത് 2008 ഏകദേശം 15 വർഷത്തോളമായിട്ട് ഈ ടൊയോട്ട ഇത് തന്നെ കോട്ടയത്തുനിന്ന് എടുത്തു. പിന്നെ അങ്ങനെ അവിടെ ആദ്യകാലങ്ങളിൽ കോട്ടയത്ത് തന്നെ പോയി സർവീസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ 18 ഷോറൂം തുടങ്ങിയപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുന്നാണ് സർവീസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും വർഷമായിട്ട് ഇവിടെ സർവീസ് കൊടുത്തിട്ട് എങ്ങനെയുണ്ട്? ബെസ്റ്റ് സർവീസ്. വെരി റെസ്പെക്ട്സ്, ഐ അപ്രീഷിയേറ്റ്. അപ്പം എല്ലാവർക്കും അറിയണം, ഇപ്പം ഇന്നോവയുടെ പുതിയ വകഭേദം ഇറങ്ങി, ഇന്നോവ ക്രിസ്റ്റ ഇറങ്ങി, അറിയാലോ. ഇന്നോവയുടെ ക്രിസ്റ്റ ആണ് ഇപ്പം നിരത്തുകളിൽ വാണുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പം അതിന്റെയൊക്കെ വില ഇപ്പം 35-40 lakhs ഒക്കെ വരുന്നുണ്ട്. ടോപ്പ് 35 lakhs പ്ലസ് ഒക്കെയാണ് വരുന്നത്. അപ്പം ഇത് എടുത്ത സമയത്ത് 2008 ഇത് എടുത്തപ്പോൾ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയായിരുന്നു? ഓൺ റോഡ് 9 lakhs. 9 lakhs rupeesനാണ് ഈ ടൊയോട്ട ഇന്നോവ അന്ന് സ്വന്തമാക്കിയത്. അന്നത്തെ 9 lakhsന് ഇന്നത്തെ 30 lakhsന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ അല്ലേ, 9 lakhs rupees ആയിരുന്നു. അപ്പം ഇതിന്റെ വേരിയൻസ് ഒക്കെ വേറെ അവൈലബിൾ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നോ? അതായത് ഒറ്റ വേരിയന്റ് ആയിരുന്നോ ഇന്നോവ എന്ന് പറയുന്ന ഒറ്റ ഒരു വേരിയന്റ് ഉള്ളായിരുന്നോ? ഇതായിരുന്നു എടുത്തത്. ഓക്കെ. അപ്പൊ ഓട്ടോമാറ്റിക് ഒക്കെ അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത്. ഓക്കെ.
പിന്നീട് ഇനി അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടത് മാനുവൽ അല്ലേ ഈ വാഹനം? അത് മാനുവൽ ആയിരുന്നു. അപ്പം പുറത്തൊക്കെ ഓട്ടോമാറ്റിക് ആയിരുന്നല്ലോ, കൊറോളയും മറ്റു അമേരിക്കൻ കാസും. കൊറോണ ഓട്ടോമാറ്റിക് അല്ലായിരുന്നു. ഓക്കെ, പിന്നെ മാനുവൽ ആയിരുന്നു. അതിനുശേഷം ഓട്ടോമാറ്റിക് കാർ അന്ന് ഇവിടെ ഞാൻ വരുമ്പോഴൊക്കെ ഈ ഓട്ടോമാറ്റിക് കാറിന്റെ പെർഫോമൻസ് എനിക്ക് അത്ര ഇവിടുത്തെ മെയിൻ്റനൻസ് റെഡി ആണോ, ഗിയർ ബോക്സുകൾ എക്സാക്ട്ലി അത് ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ബിക്കോസ് ഓഫ് ദി റോഡ് നോ യുനോ ഈ മാനുവൽ ഈസ് മോർ കംഫർട്ടബിൾ ആൻഡ് ഡ്യൂറബിൾ. ആ ഒരു ബേസിലാണ് ഞാൻ മാനുവൽ പ്രിഫർ ചെയ്തത്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഇവിടെ ഇനിയൊരു ഓട്ടോമാറ്റിക് കാർ ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഓട്ടോമാറ്റിക് വിൽ ടേക്ക് ഇറ്റ് നെക്സ്റ്റ് ടൈം ബിക്കോസ് എന്റെ ഏജിന് അടുത്തൊരു കാർ എടുക്കുകയാണെങ്കിൽ. ബട്ട് ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം നൗഡേയ്സ് ബെസ്റ്റ് പെർഫോമൻസ് ആയി കഴിഞ്ഞു. കാരണം ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സുകളും പല ഗിയർ ബോക്സുകൾ എക്സാക്ട്ലി എവരിത്തിങ് ചേഞ്ച് നൗ. എല്ലാം ചേഞ്ച്. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ നിലവിൽ ഓട്ടോമാറ്റിക് എടുക്കുന്നതാണ് എന്റെ ഹെൽത്ത് അനുസരിച്ച് ബെസ്റ്റ്. അതുകൊണ്ട് ഇനി ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ യു വുഡ് ചൂസ് ഓട്ടോമാറ്റിക് ഓൺലി, റൈറ്റ്? ഓക്കെ. അപ്പം കൊറോള യൂസ് ചെയ്തതിനു ശേഷം കുറച്ച് അമേരിക്കൻ കാർസ് ഒക്കെ യൂസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ? അത് ഏതൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓർക്കുന്ന വണ്ടികളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. എസ്പെഷ്യലി അമേരിക്കൻ, പിന്നെ ഓൾസോമൊബൈൽ റീജൻസി, 8 cylinder, comfortable, best car. 8 cylinder cars. It was very comfortable. Okay. Especially the road, everything. In America, in Gulf area road, I enjoyed very much. And Mercedes-Benz 280S also I used. Okay. Mercedes 280S. അതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത വാഹനങ്ങളാണ്. അതും 6 cylinder, 8 cylinder ഒക്കെയാണ്. Yes. And then Mitsubishi, Trooper, I took it. Okay. And then I that car, Trooper was automatic in the manual because I was preparing to come to Kerala to buy manual. So you have to adjust with that manual car also. Manual car. So I came here because I know that automatic is not up to the mark here. Okay. Performance afraid are. Now it's improved. So at this stage, manual. And considering my age, I am forced to take automatic car. And especially the service available for Toyota is the best. I don't want to worry about anything at all. വാഹനങ്ങൾ എടുക്കുന്നവരെല്ലാരും പ്രിഫർ ചെയ്യുന്ന സർവീസ് കൊണ്ടാണ്, സർവീസാണ്. And resale value also is better than other cars. And public demand also is very much. These are all consideration. When we consider all this, go for Toyota. അതാണ്. അപ്പം ഇത്രയും വർഷം ഉപയോഗിച്ച ഒരു ടൊയോട്ടയുടെ ഒരാളാണ് ഈ പറയുന്നത്. അപ്പം നമുക്ക് കുറച്ചുനാൾ ഓടിച്ചതിന്റെ എക്സ്പീരിയൻസ് അല്ല, വർഷങ്ങൾ ഓടിച്ചതിന്റെ 1970s എക്സ്പീരിയൻസ് ഉൾപ്പെടെയാണ് പറയുന്നത്. ഇന്നത്തെ കാലം അതല്ല, കുറെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിലും ഇന്നും ഇദ്ദേഹം ഈ ടൊയോട്ട തന്നെ യൂസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അദ്ദേഹം പറയുന്നത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പം ഇത് അന്ന് എടുത്ത സമയത്ത് ഉള്ള മൈലേജ് ഒക്കെ തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ടോ? എത്ര ഉണ്ട് ഏകദേശം ഒക്കെ? നോക്കാറില്ല. ഡീസൽ അല്ല, ഇത് ഡീസലാണ്. ഇപ്പം ഡീസൽ അവരൊന്ന് നിർത്തി വെച്ചേക്കാണ്. ടൊയോട്ടയുടെ ഇന്നോവ, ക്രിസ്റ്റ അതിന്റെയൊക്കെ ഡീസൽ ഒന്ന് നിർത്തി വെച്ചേക്കാണ്. ഇപ്പൊ അവൈലബിൾ അല്ല. ഇപ്പൊ പെട്രോൾസ് മാത്രമാണ് അവൈലബിൾ എന്ന് പറയുന്നത്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഡീസൽ മൊത്തത്തിൽ നമ്മുടെ ഇവിടെ നിർത്താനും സാധ്യതയുണ്ട്. ഇലക്ട്രിക് കാർ because I am just checking it how Toyota is I am waiting for the Toyota അവരുടെ ഒരു എവല്യൂഷൻ നോക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും provided it depend on my life, നമ്മൾ is planning like that. അപ്പം ഇലക്ട്രിക് ഇന്നോവയുടെ ഇലക്ട്രിക് വരുന്നുണ്ട്. അനൗൺസ് ഒക്കെ ഓരോന്നൊക്കെ റൂമേഴ്സ് ഒക്കെ നമുക്ക് കേൾക്കാം. അപ്പം അതും വരുമ്പോഴത്തേക്ക് പുതിയൊരു I will buy only Toyota. Only Toyota. വേറെ ഓപ്ഷൻ ഒന്നും നോക്കുന്നില്ല. No consider. In Kerala state. അപ്പം ഇതൊക്കെയാണ്. അപ്പം അങ്കിളിന്റെ വൈഫും ഈ വാഹനം യൂസ് ചെയ്യുന്നുണ്ട്. Same car. She is driving, and my daughter also is driving. All my daughters have driving now. I have 2 daughters, so they also drive car and Okay. അവരും ഉപയോഗിക്കുന്നുണ്ട്. They are also happy with this, right? Oh yes, sure. Okay. Okay. അപ്പം how about your wife while driving this? Because the length is the dimensions of this car is very big. So she was also driving in Qatar. So she was from from about 1920
1980s. 18, 19. She start also. So she has a very. She was working also. So she very. We were very. എല്ലാം കൊണ്ട് അങ്ങനെ ഡ്രൈവിംഗിൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് പാർക്ക് ചെയ്ത് ഇപ്പം ടൗണിലൊക്കെ പോകുന്ന സമയത്ത് ഇത് പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങള് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ slowly, because we never drive with hurry mentality and no aggressive driving also. No, we will go comfortably we will take care of the car as well as the road, and we don't want in a hurry life. No, so സമാധാനമായിട്ട് പയ്യെ പോയിട്ട് വരാം. ഇച്ചിരി ദൂരെ ആയാലും കൊണ്ട് പാർക്ക് ചെയ്ത് സമാധാനമായിട്ട് നടന്നു വരും, പോയിട്ട് വരാം. അപ്പം ലോങ് ഒക്കെ പോകാറുണ്ടോ ഈ വാഹനത്തിൽ? എറണാകുളം ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോഴും എറണാകുളം പോയിട്ട് വന്നിട്ട് ചെയ്യാം. ഇപ്പോഴത്തെ സമയത്ത് പിന്നെ കോട്ടയം, താരക്കര, Trivandrum will use a driver because of the age. And I am not interested ആണെങ്കിലും ഡ്രൈവ് ചെയ്യാൻ. ഓക്കെ. ഈ വണ്ടിയും കൊണ്ടുള്ള ഒരു എന്തെങ്കിലും ഒരു അനുഭവം എന്തെങ്കിലും പ്രത്യേകിച്ച് ഇത് നമുക്ക് പ്രത്യേകമായിട്ട് ഇതുണ്ടല്ലോ, സെൻസ് ഇത് മറ്റുള്ള കാറില് യാത്ര ചെയ്യുമ്പോഴുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇതിനൊന്നുമില്ല. ഇത് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ they will get quick response and everything. നമ്മൾ അതിനകത്ത് കംപ്ലൈന്റ് ഇല്ല. I never have a complaint for Toyota. അതാണ് പറയാനുള്ളത്. പിന്നെ മറ്റുള്ളവരൊക്കെ ഓക്കെ, പക്ഷെ ബെസ്റ്റ് സർവീസ് ആൻഡ് then behavior of the staff is the prime quality. So that I got it compared to other showrooms. You say something, you complain something, immediate action with good performance, with politely. That not only this Pathanamthitta, all of the showrooms, even Qatar, I experienced this. They were trained from Toyota itself. I don't know what staff qualification is the best. That's preferred. And service plus car also is comfortable. And then every respects I appreciate Toyota service in every respects. Okay. അപ്പം താങ്ക് യു. ഇത്രയും നേരം നമുക്ക് സമയം ചെലവഴിച്ചു. ഇനി ഇതെല്ലാം എഡിറ്റ് ചെയ്ത് നമ്മളൊരു വീഡിയോ ആക്കി നമ്മൾ ഉടനെ വീഡിയോ ഇടും. അപ്പം നമ്മൾ ലിങ്ക് അയച്ചു തരാം. അപ്പം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. Innova വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയുടെ ഒരു ലൈക്ക് സെക്ഷൻ എന്ന് പറഞ്ഞ താഴെ ഒരു ബോക്സ് ഉണ്ടല്ലേ, അവിടെ ഒന്ന് ലൈക്ക് അടിച്ചേരെ. ഇതുപോലെ താഴെ കമന്റ്സിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക. നമ്മൾ പുതിയ വീഡിയോ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.